നമസ്കാരം. മുൻ ലിവിൻ പങ്കാളിയെയും അവരുടെ സുഹൃത്തിന്റെ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊലപ്പെടുത്തിയ യുവാവ് അറസ്റ്റിലായി. ഉത്തരാഖണ്ഡ് സ്വദേശിനിയായ സോനൽ ആര്യയെയാണ് ആൺസുഹൃത്തായിരുന്ന നിഖിൽ കുമാർ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. ഡൽഹിയിലെ മജ്നൂകാടിലാണ് സംഭവം. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ നിന്നാണ് നിഖിലിനെ പിടികൂടിയത്. ആര്യയുടെ സുഹൃത്ത് രശ്മി ദേവിയുടെ ഭർത്താവ് ദുർഗേഷ് കുമാറിനോടുള്ള വൈരാഗ്യത്തിലാണ് ഇവരുടെ 6 മാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നും നിഖിൽ പോലീസിനോട് പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി രശ്മിക്കും ദുർഗേഷിനും ഒപ്പമാണ് ആര്യ താമസിച്ചിരുന്നത്. ആര്യ ഗർഭിണിയായിരുന്നെന്നും ദുർഗേഷിന്റെ സഹായത്തോടെയാണ് ഗർഭചിത്രം നടത്തിയതെന്നുമാണ് നിഖിലിന്റെ വാദം. തന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയതിലുള്ള പ്രതികാരമാണ് ദുർഗേഷിന്റെ 6 മാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ പ്രേരിപ്പിച്ചതെന്നും നിഖിൽ പോലീസിനോട് പറഞ്ഞു. ദുർഗേഷിന്റെ മൊബൈൽ കടയിൽ നിന്ന് തന്നെ ഒരു ബ്ലേഡ് വാങ്ങിയാണ് ആര്യയുടെ കഴുത്തറുത്തതെന്നാണ് നിഖിൽ പറഞ്ഞതെന്നും പോലീസ് അറിയിച്ചു. 2023 ആര്യ നിഖിലും പരിചയത്തിലാകുന്നതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. 2024 ആര്യ ഗർഭിണിയായിരുന്നെന്നും ജനിച്ച കുഞ്ഞിനെ ഉത്തരാഖണ്ഡിലെ ഒരാൾക്ക് വിറ്റുവെന്നും തുടർന്ന് വസീറാബാദിൽ നിഖിലും ആര്യയും ഒരുമിച്ച് താമസം തുടങ്ങിയെന്നും പോലീസ് അറിയിച്ചു. നിഖിലിന്റെ ഉപദ്രവം സഹിക്കാനാകാതെ ഈ വർഷം ജനുവരിയിലാണ് ആര്യ അയാളുടെ അടുത്തുനിന്ന് മാറി താമസിച്ചതെന്ന് ആര്യയുടെ കുടുംബം പ്രതികരിച്ചു. ചെറിയ കാര്യങ്ങൾക്ക് പോലും നിഖിൽ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നുവെന്നും ജൂൺ 24 നിഖിലിനെതിരെ ആര്യ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും കുടുംബം പറഞ്ഞു. സൊനാൽ എന്ന തന്റെ മുൻ പങ്കാളിയെ കൊല്ലുന്നതിനായി എത്തിയ നിഖിൽ സൊനാലിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിന്റെ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെയും വകവരുത്തുകയായിരുന്നു. സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് 2 കൊലപാതകങ്ങളും പ്രതി നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഈ ദാരുണ സംഭവം. സൊനാലിന്റെ സുഹൃത്തുക്കളായ രശ്മിയും ഭർത്താവ് ദുർഗേഷും മൂത്ത മകളെ സ്കൂളിൽ നിന്ന് വിളിക്കുന്നതിനായി പോയി. 6 മാസം പ്രായമുള്ള ഇളയ മകളെ സൊനാലിനെ ഏൽപ്പിച്ച ശേഷമാണ് ഇവർ പോയത്. ഈ സമയം മനസ്സിലാക്കി വീട്ടിൽ കടന്ന നിഖിൽ സൊനാലുമായി വാക്കേറ്റമുണ്ടായി. തർക്കം മൂത്തതോടെ കയ്യിൽ കരുതിയിരുന്ന ബ്ലേഡിനിൽ സൊനാലിന്റെ കഴുത്തെറുത്തു. ജീവൻ നഷ്ടമായതെന്ന് ഉറപ്പുവരുത്തിയതിന് പിന്നാലെ കുഞ്ഞിന്റെ നേരെ തിരിഞ്ഞു. കുഞ്ഞ് കരഞ്ഞു തുടങ്ങിയതോടെ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കുവാൻ വായ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു. പിന്നീട് കഴുത്തറുക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. 2 പേരും മരിച്ചുവെന്ന് കണ്ടതോടെ നിഖിൽ വീട്ടിൽ നിന്നിറങ്ങി ഓടി രക്ഷപ്പെട്ടു. രക്ഷപ്പെടുവാനുള്ള വെപ്രാളത്തിനിടയിൽ മൊബൈൽ ഫോൺ രശ്മിയുടെ വീട്ടിലിട്ട് പോയതാണെന്ന് അന്വേഷണത്തിൽ നിർണായകമായി. എന്നാൽ ഇത് പോലീസിന് പിന്നാലെ വരാതിരിക്കുവാനുള്ള മനഃപൂർവ്വമായ പ്രതി ഫോൺ ഒഴിവാക്കിയതാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പിന്നീട് സ്ഥിരീകരിച്ചു. രശ്മിയും ദുർഗേഷും മുത്ത മകളുമായി തിരികെ എത്തിയപ്പോഴാണ് വീടിനകം രക്തക്കളമായി കിടക്കുന്നതും സൊനാലും പിഞ്ചുമകളും ശിരസറ്റി കിടക്കുന്നതും കണ്ടത്. ഉടൻ തന്നെ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. ക്രൂര കൊലപാതകത്തിന് ശേഷം തിരികെ സ്വന്തം വീട്ടിലേക്ക് എത്തിയ നിഖിൽ ജീവനൊടുക്കുവാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. തുടർന്ന് ഒളിവിൽ പോവുകയായിരുന്നു. 2023 ഹൽദ്വാനിയിൽ വെച്ചാണ് നിഖിലും സൊനാലും തമ്മിലുള്ള ബന്ധം ആരംഭിച്ചതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. ഹൽദ്വാനിയിൽ നടന്ന ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും തമ്മിലുള്ള അടുപ്പം വർദ്ധിക്കുകയും തുടർന്ന് സോണാൽ ഗർഭിണിയാവുകയും ചെയ്തു. സാഹചര്യങ്ങൾ കാരണം ഗർഭചിത്രം നടത്താൻ കഴിയാതെ വന്നതോടെ 2024 ഹൽദ്വാനിയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകി. അവിവാഹിതരായതിനാൽ ഇരുവരും നവജാത ശിശുവിനെ ഉത്തരാഖണ്ഡിലെ മറ്റൊരാൾക്ക് 2 ലക്ഷം രൂപയ്ക്കാണ് കൈമാറിയതെന്നും പറയപ്പെടുന്നു. ഇതിനുശേഷം ഇരുവരും ഡൽഹിയിലെത്തി വസീറാബാദ് പ്രദേശത്ത് ഒരുമിച്ച് താമസിക്കുവാൻ തുടങ്ങി. ഡൽഹിയിൽ താമസിക്കുന്ന സമയത്താണ് സോണൽ ആ പ്രദേശവാസിയെ രശ്മിയുമായി പരിചയപ്പെടുന്നത്. സോണൽ ഇടയ്ക്കിടെ രശ്മിയുടെ വീട്ടിൽ സന്ദർശിക്കുവാൻ തുടങ്ങി. നിഖിലുമായുള്ള പതിവ് വഴക്കുകളെ തുടർന്ന് താമസം മാറി. രശ്മിയുടെ ഭർത്താവ് ദുർഗേഷുമായി സോണലിന് ബന്ധമുണ്ടെന്ന് നിഖിൽ സംശയം പ്രകടിപ്പിച്ചതായി പോലീസ് വൃത്തങ്ങൾ പറയുന്നു. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ രാജ ബന്ദിയ പറയുന്നതനുസരിച്ച് ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ നിഖിൽ കണ്ടെത്തിയിരുന്നു. പലതവണ സോണലുമായി ഇതേ ചൊല്ലി തർക്കമുണ്ടായി. പക്ഷേ ഇതിനിടയിൽ സോണൽ വീണ്ടും ഗർഭിണിയായി. ഇത്തവണ കുഞ്ഞിനെ വേണമെന്ന് നിഖിൽ ആഗ്രഹിച്ചിരുന്നു. അവളോടൊപ്പം സ്ഥിരതാമസമാക്കുവാനും ആഗ്രഹിച്ചു. പക്ഷേ ഇതിനിടയിൽ സോണൽ നിഖിൽ അറിയാതെ ഗർഭചിത്രം നടത്തുവാൻ തീരുമാനിച്ചു. ദുർഗേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് ഗർഭചിത്രം നടത്തിയതെന്ന് താൻ വിശ്വസിക്കുന്നുവെന്ന് നിഖിൽ പിന്നീട് അവകാശപ്പെട്ടു. ആക്രമണത്തിന് മുൻപ് ഏകദേശം 20 മുതൽ 25 ദിവസം വരെ ദുർഗേഷും ഭാര്യ രശ്മിക്കുമൊപ്പമാണ് ഇവർ താമസിച്ചിരുന്നത്. ഈ സമയത്ത് നിഖിൽ അവരോടൊപ്പം താമസിച്ചിരുന്നില്ല. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ രശ്മിയും ദുർഗേഷും മഞ്ജുകാടിയിലുള്ള വീട്ടിൽ നിന്ന് 5 വയസ്സുള്ള മൂത്ത മകളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുവാനായി പോയി. സോണൽ ദമ്പതികളുടെ 6 മാസം പ്രായമുള്ള മകളോടൊപ്പം വീട്ടിൽ തന്നെ തുടർന്നു. അവരുടെ അഭാവം മുതലെടുത്താണ് നിഖിൽ വീട്ടിലേക്ക് കയറിയത്. പോലീസ് പറയുന്നതനുസരിച്ച് ഇയാൾ ഒരു ബ്ലേഡ് കൈവശം വെച്ചിരുന്നു. തുടർന്ന് അയാളും സോണലും തമ്മിൽ സംഘർഷമുണ്ടായി. പോലീസ് പറഞ്ഞതനുസരിച്ച് തന്നെ വഴക്ക് അക്രമാസക്തമായി. നിഖിൽ ബ്ലേഡ് ഉപയോഗിച്ച് സോണലിന്റെ കഴുത്തറുത്തു. സോണലിനെ കൊലപ്പെടുത്തിയ ശേഷം നിഖിൽ കുഞ്ഞിലേക്ക് ശ്രദ്ധ തിരിക്കുകയും സ്വന്തം കുഞ്ഞിനെ ഗർഭചിത്രം ചെയ്തുള്ള പ്രതികാരമായി കുഞ്ഞിനെ കൊല്ലുകയും ചെയ്തു. ആരും നിലവിളി കേൾക്കാതിരിക്കുവാൻ ഇവർ സ്ത്രീയുടെയും കുട്ടിയുടെയും വായിൽ ടേപ്പ് ഒട്ടിച്ചിരുന്നു. തുടർന്നാണ് ഇയാൾ ഇരുവരുടെയും കഴുത്തറുത്തത്. തുടർന്ന് ട്രാക്ക് ചെയ്യപ്പെടുവാതിരിക്കാൻ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച് ഇയാൾ ഓടി രക്ഷപ്പെട്ടു. നിഖിലിന്റെ ആത്മഹത്യാ ശ്രമം പരാജയപ്പെട്ടപ്പോൾ ഇയാൾ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. തുടർന്ന് ബറേലിയിലേക്ക് പോയി. തുടർന്ന് ഹൽദ്വാനിയിലും എത്തി.
അവിടെ തന്റെ സഹോദരിയുമായുള്ള ബന്ധത്തിലുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിൽ അഭയം തേടിയതായും പറയുന്നു. പിന്നെ പോലീസ് ഇവിടേക്ക് എത്തുമെന്ന് കണ്ട് ഇവിടെ നിന്ന് ഒളിവിൽ പോയി. രാത്രി മുഴുവൻ ഇയാൾ ഒളിവിൽ തുടർന്നു. പിറ്റേന്ന് രാവിലെ ഹൽദ്വാനിയിലെ അതേ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഇയാൾ അറസ്റ്റിലായി. ചോദ്യം ചെയ്യലിൽ നിഖിൽ കൊലപാതകങ്ങൾ സമ്മതിച്ചു. ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ കുട്ടികൾ ഉണ്ടാകുവാൻ ദുർമന്ത്രവാദ ചികിത്സ നടത്തിയ യുവതി മരിച്ചു. ഉത്തർപ്രദേശിലെ അസംഗഡ് സ്വദേശിയായ അനുരാധയാണ് മരിച്ചത്. വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായിട്ടും കുട്ടികളില്ലാത്തതിനെ തുടർന്നാണ് അനുരാധ ചികിത്സയ്ക്കായി മന്ത്രവാദിയായ ചന്തുവിനെ സമീപിച്ചത്. ചികിത്സയുടെ ഭാഗമായി ശുചിമുറി വെള്ളവും അഴുക്കുചാലിലെ വെള്ളവും കുടിപ്പിച്ചതിന് പിന്നാലെയാണ് അനുരാധയുടെ മരണമെന്നാണ് റിപ്പോർട്ട്. കേസെടുത്തതിന് പിന്നാലെ ചന്തു പോലീസിൽ കീഴടങ്ങി. ഇയാളുടെ സഹായികൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. 1 മാസം മുൻപാണ് അനുരാധ ഭർത്തൃ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് വന്നത്. ജൂലൈ 6-ന് അമ്മയ്ക്കൊപ്പമാണ് അനുരാധ മന്ത്രവാദിയുടെ അടുത്തെത്തിയത്. അനുരാധ പൈശാചിക ശക്തിയുടെ സ്വാധീനത്തിലാണെന്നായിരുന്നു ചന്തുവിന്റെയും ഭാര്യ ശബനത്തിന്റെയും മറ്റു സഹായികളുടെയും കണ്ടെത്തൽ. ബാധ ഒഴിപ്പിക്കാനായി പ്രത്യേക കർമ്മങ്ങളും ചികിത്സകളും വേണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു. ശക്തി അയ്മൂട്ടി പിടിച്ചു വലിക്കുക, കഴുത്തും തലയും വായും പിടിച്ച് പിന്നിലേക്ക് തള്ളുക, ശുചിമുറി വെള്ളവും അഴുക്കുചാലിലെ വെള്ളവും കുടിപ്പിക്കുക തുടങ്ങിയവയായിരുന്നു ചന്തുവിന്റെയും സഹായികളുടെയും ചികിത്സാ കർമ്മങ്ങൾ. മകളോടുള്ള ക്രൂരത അവസാനിപ്പിക്കാൻ അമ്മ കരഞ്ഞപേക്ഷിച്ചുവെങ്കിലും മന്ത്രവാദിയും കൂട്ടരും വിട്ടില്ല. ക്രൂരത മണിക്കൂറുകളോളം തുടർന്നതോടെ അനുരാധയുടെ ആരോഗ്യനില വഷളായി. പിന്നാലെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ എത്തിക്കും മുൻപേ അനുരാധ മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. ഇതോടെ ചന്തുവും സഹായികളും സ്ഥലം വിട്ടു. അനുരാധയുടെ മൃതദേഹവുമായി ഗ്രാമത്തിൽ തിരിച്ചെത്തിയ ബന്ധുക്കൾ മന്ത്രവാദികൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചു. തുടർന്ന് കാന്താരപൂർ SHO KK ഗുപ്തയും സിറ്റി സർക്കിൾ ഓഫീസറും സ്ഥലത്തെത്തി. ചികിത്സയ്ക്കായി 1 ലക്ഷം രൂപയാണ് ചന്തു ആവശ്യപ്പെട്ടതെന്നും അഡ്വാൻസ് തുകയായി 22,000 രൂപ നൽകിയെന്ന് പിതാവ് ബൽറാം യാദവ് പറയുന്നു. അനുരാധയുടെ പിതാവിന്റെ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.